അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഷഫീഖാണ് റിയാദിൽ നിന്ന്. എന്തൊക്കെയുണ്ട് ചങ്കളെ വിശേഷങ്ങളൊക്കെ? സുഖല്ല റാഹത്തല്ലേ? ചങ്ങളെ ജോബ് വേക്കൻസി കുറച്ച് ദിവസമായിട്ട് കുറവാണ്. അപ്പോൾ എല്ലാ വേക്കൻസി ഇൻഷാ അല്ലാഹ് ഞങ്ങളോട് പറയുന്നുണ്ട്. അതുപോലെ ഇന്നിപ്പോൾ ഒരു വേക്കൻറ്റ് വന്നിട്ടുള്ളത് ഒരു ഹൗസ് ഡ്രൈവർ വേക്കൻസി ഉണ്ട് റിയാദിലേക്ക്. ഏജ് ഒരു 35-40 വയസ്സിനകത്തുള്ള ആളായിരിക്കണം. അതുപോലെ തന്നെ ലൈസൻസും ഇക്കാമയും വാലിഡ് ആയിരിക്കണം കേട്ടോ. 2500 റിയാൽ സാലറി ഉണ്ട്, റൂമുണ്ട്. തനാസിൽ വേക്കൻസി അല്ല, ലീവ് വേക്കൻസിയാണ്. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന നമ്പറിൽ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക. ഓക്കെ. അപ്പം ഞങ്ങളെ കമ്പനിയിൽ ഡ്രൈവർമാർക്ക് ഇരിക്കുന്ന റൂമാണ് കേട്ടോ. പക്ഷേ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഇവിടെ അറിയില്ല. എന്നിട്ട് വീഡിയോ ഒക്കെ ചെയ്യാനായിട്ടൊരു സെറ്റപ്പ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ കാക്ക നമ്മളൊപ്പം അല്ല, മറ്റൊല്ലൊക്കെ ഉണ്ട്. ഇതാണിപ്പോൾ അവിടുത്തെ അവസ്ഥ. എത്ര പേരുണ്ടെങ്കിലും അവൻ്റെ കയ്യിൽ ഫോണായിരുന്നു, മറച്ചു അല്ലേ? ഫോണാണ്. ഇതാ അവിടെ 3 പേരിരിക്കുന്നുണ്ട്. എന്തൊരു കാലാണ് അല്ലേ? അയാളാ നോക്കാൻ. ഏയ് കുട്ടി പ്ലീസ്, കുട്ടി അളഞ്ഞ് കാക്ക വിളിച്ച ആൾ ചീത്ത അറിയാവുന്നാവും. കാക്ക ഇവിടെ ഇവിടെ രായി വിട്ടാണി. ഹായ്. അല്ല നിങ്ങൾ വിളിച്ച് നീപ്പിക്കണം. വല്ലാത്തൊരു കാലല്ലേ? 4-5 പേര് റൂമിലുണ്ട്. നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോൺ എടുത്താട്ടോ. എൻ്റെ ഫോണൊക്കെ ഓൾറെഡി അവിടെ ചാർജിങ്ങിൽ ഇട്ടാണ്. കണ്ട് നിങ്ങൾ ഇയാൾ ചിരിക്കുന്നുണ്ടാ പറഞ്ഞപ്പോൾ എന്താ ചെയ്യാന്ന്. പിന്നെ അതുപോലെ 2-3 ജോബ് വേക്കൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അതിൽ നമുക്ക് ഇപ്പോൾ പറഞ്ഞുതരാം. 1 സെക്കൻഡ്. അടുത്ത വേക്കൻസി ഉള്ളത് നമുക്ക് ഖത്തറിലേക്കാണ്. ഖത്തറിൽ ഒരു ഫ്ലവർ ഷോപ്പിലേക്ക് ഒരു ഫ്ലവറിൻ്റെ എല്ലാ വർക്കും അറിയുന്ന ഒരാളെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് GCC കൺട്രിയിൽ ജോലി ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം കേട്ടോ. അപ്പോൾ നാട്ടിലുള്ള ആൾക്കാണ് ആ വേക്കൻ്റ് ഉള്ളത്. ഏജ് ലിമിറ്റ് ഏകദേശം ഒരു 35-40 വയസ്സിൻ്റെ അകത്താണ് അവർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള ഈ ഫ്ലവറിൻ്റെ വർക്കിന് നാട്ടിലെ ആൾക്ക് എക്സ്പെൻസ് ഉണ്ടാവും കേട്ടോ. അതിന് താല്പര്യമുള്ളവർ മാത്രം വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഓക്കെ. സാലറി പറഞ്ഞിട്ടുള്ളത് 2000 ഖത്തർ റിയാലും റൂമും ഉണ്ടാവും, ഫുഡും ഉണ്ടാവും. ഓക്കെ. അപ്പം ഇനി നെക്സ്റ്റ് വേക്കൻസി ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ പറഞ്ഞുതരാം. അടുത്ത വേക്കൻ്റ് ഉള്ളത് ഖത്തറിലേക്ക് തന്നെയാണ്. അറബി ഫുഡ് കുക്ക് ചെയ്യാൻ അറിയുന്ന ഒരു കുക്കിന് ആവശ്യമുണ്ട്. ഖത്തറിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. ഓക്കെ. 1800 റിയാൽ ശമ്പളം ഉണ്ട്, റൂമും ഉണ്ടാവും, ഫുഡും ഉണ്ടാവും. അപ്പോൾ സാലറി കുറവാണ്, എനിക്കത് അറിയും. പിന്നെ മജ്ബൂസ് കാര്യങ്ങളൊക്കെ അറിയണം കേട്ടോ. സാലറി കുറവാണ്, എനിക്കത് അറിയും, ഇതറിയും എന്ന് പറഞ്ഞ് നിങ്ങൾ ബാഡ് കമൻറ്റ് ഇടണ്ട. ഞാനില്ല, അവർ പറയുന്ന സാലറി ഞാൻ പറയും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഫോളോ ചെയ്യുക. മജ്ബൂസ് അത് ഇതെല്ലാം അറിയില്ല, അറബി ഫുഡ് എല്ലാം അറിയണം. ഓക്കെ. 1800 റിയാൽ സാലറി, റൂമും ഫുഡ് ഉണ്ടാവും. അതേപോലെ ഓക്കെ. അടുത്ത വേക്കൻ്റ് ഖത്തറിലേക്ക് ഉള്ളത് കേരള റെസ്റ്റോറൻറ്റിലേക്ക് കേരള ഫുഡ് കുക്ക് ചെയ്യാൻ അറിയുന്ന ഒരു കുക്കിന് ആവശ്യമുണ്ട്. ഏജിൻ്റെ ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് 40 വയസ്സിനകത്താണ്. പിന്നെ സാലറി പറഞ്ഞിട്ടുള്ളത് 2000, റൂമും ഉണ്ടാവും, ഫുഡും ഉണ്ടാവും. ഇത് നാട്ടിലുള്ള ആളാണ് കേട്ടോ വേണ്ടത്. താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യുക. അവർക്ക് എക്സ്പെൻസും കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ. അടുത്ത വേക്കൻസി ഉള്ളത് ഖത്തർ റിട്ടേൺ ഡ്രൈവർക്ക്. ഖത്തറിൽ ഹൗസ് ഡ്രൈവർ വേക്കൻസി ഉണ്ട് കേട്ടോ. 1800 റിയാൽ സാലറി, റൂമുണ്ട്, ഫുഡുണ്ട്. ഏജിൻ്റെ ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് 45 വയസ്സാണ്. ഖത്തർ ലൈസൻസ് നിർബന്ധമായിട്ടും വേണം. അതിനും എക്സ്പെൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ പിന്നെ ഒരു 2-3 വേക്കൻസി അവർ പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ സൗദി, ബഹ്റൈന് അല്ലെങ്കിൽ GCC കൺട്രിയിൽ ഏതെങ്കിലും ലൈസൻസ് ഇല്ല ആളുകളുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേക്കൻ്റ് ഉണ്ട്. 1500 റിയാലും റൂമും ഫുഡും ഉണ്ടാവും. അതിനും എക്സ്പെൻസ് ഉണ്ട്. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അവരെ കോൺടാക്ട് നമ്പർ ഞാൻ തരും. ഓക്കെ. അടുത്ത നമുക്ക് വേക്കൻസി ഉള്ളത് സൗദിയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഔട്ട്ഡോർ സെയിൽസാണ്. ഈ തുണി കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ നാട്ടിലുള്ള ആളുകൾക്കാണ് ആ വേക്കൻ്റ് ഉള്ളത്. ഓക്കെ. അപ്പോൾ ഈ ഔട്ട്ഡോർ സെയിൽസ്മാന് സൗദി അറേബ്യയിൽ ഒരു 3 വർഷം ജോലി ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം കേട്ടോ എന്നെ കോൺടാക്റ്റ് ചെയ്യേണ്ടത്. പുതിയ ആൾക്കല്ല. ദുബായ്, ഖത്തർ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ ജോലി ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആളല്ല പറഞ്ഞിട്ടുള്ളത്. ഓൾറെഡി സൗദിയിൽ ഇതേ വർക്കിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ മാത്രം മെസ്സേജ് അയക്കുക. ഓക്കെ.
അപ്പോൾ ആ വരാൻ ആളുകൾക്കില്ല എക്സ്പെൻസ് കമ്പനി അറിയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ക്ലിയർ ആയിട്ടില്ല. അതേതായാലും ആളുകളുണ്ടെന്ന് വെച്ചാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കി കേട്ടോ. പിന്നെ 1 ഇയറിൽ എന്താ ഒരു സെക്കൻഡ് കമ്പനി വിസ കൊടുക്കും. പിന്നെ കമ്പനിയുടെ 1 ഇയറിൽ 1 മാസത്തെ ലീവ് ഉണ്ടാവും. 1 ഇയറിൽ 1 മാസം ലീവ് ഉണ്ട്. ലീവ് വിത്ത് സാലറിയാണ് കേട്ടോ. ഓക്കെ, വിത്ത് സാലറി. പിന്നെ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് ഉണ്ടാവും. അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് ഉണ്ടാവും. പിന്നെ അവരുടെ ക്വാളിഫിക്കേഷൻ അവരുടെ ഇതനുസരിച്ചുള്ള സാലറി കൊടുക്കും. സാലറി എത്ര സാലറി എന്ന് പറഞ്ഞിട്ടില്ല. സാധാരണ ഒരു ഔട്ട്ഡോറിൽ അത്യാവശ്യം പറ്റുന്ന ആൾക്ക് കിട്ടുന്ന ഒരു സാലറി കിട്ടും. മോശമല്ലായിരിക്കും. നിങ്ങൾ തന്നെ ആ വോയിസ് കംപ്ലീറ്റ് കേട്ടോ. എന്നാൽ പിന്നെ ഞാനത് പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഇംഗ്ലീഷും അറബിയും ഹിന്ദിയും എന്തായാലും വേണം. ഇംഗ്ലീഷും ഒരു അത്യാവശ്യം ബേസിക് ഉണ്ടാവുന്ന ഒരാളെ. അങ്ങനെ ഒരാളെ നിലവിലൂടെ ഉള്ള ആളായാലും കുഴപ്പമില്ല. ഇനിയിപ്പം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നിട്ട് വരാൻ താല്പര്യമുള്ളതായാലും. അപ്പോൾ അവർ പറയണത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി സൗദിയിലുള്ള ആളാണെങ്കിലും കുഴപ്പമില്ല, നാട്ടിലുള്ള ആളാണെങ്കിലും കുഴപ്പമില്ല. എനിക്ക് താല്പര്യം നാട്ടിലുള്ള ആളുകളാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട്, ഷെഫീഖ് ഭായി നാട്ടിലെ ആളുകൾക്ക് വേക്കൻസി ഇല്ലേ, നിങ്ങൾ ഓൾറെഡി സൗദിയിലുള്ള ആളുകൾക്ക് മാത്രമേ വേക്കൻസി ഉള്ളൂ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇതുമെന്ന് നമുക്കൊരു ലാഭോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ നിന്നാണ് ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇവിടെ ചെറിയ ജോലിയൊന്നും ഇല്ലവരുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട. നാട്ടിലുള്ള ആളുകളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തുകൊണ്ടും അവർക്ക് മുൻഗണന ഞാൻ തരുകയാണ്. ഓക്കെ, അതുപോലെ ഒരു സുഹൃത്ത് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇയാളാണ് മെസ്സേജ് അയച്ചത്. അപ്പോൾ ഇയാൾ ഷവർമ മേക്കറാണ്. അതുപോലെ തന്നെ ബ്രോസ്റ്റിൻ്റെ എല്ലാ വർക്കും അറിയും, ബൂഫിയിലും വർക്ക് അറിയും. അപ്പോൾ ഇവർ എനിക്കൊരു വോയിസ് സെൻഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ കഫ്തീരിയ പണിയൊക്കെ നമുക്ക് ശരിക്കും അറിയട്ടാ. വെറൈറ്റി സാന്ധിച്ചുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഷഷൂക്ക, കിദ്ദ, കലാവി, ലഹ മഫ്രൂമ്, തിജാജ് മബ്സൂർ, അതേപോലെ വെറൈറ്റികൾ ബേൽ ജുബന, ബേൽ മൂഹ്, ലിസാന്, റുബിയാന്, സമക്ക്, അതുപോലെ സഹാബ്, സിസ്തൗക്ക്, ഇങ്ങനെ വെറൈറ്റികൾ ഒരുപാട് അറിയാം. പിന്നെ അംബ്രിക്കർ, തിജാജ് ലഹമൊക്കെ അറിയാം. മഷ്ഫി, ലഹ മഷ്ഫി, തിജാജ് മഷ്ഫി, റുബിയ മഷ്ഫി, ഇങ്ങനത്തൊക്കെ അറിയാം. അതുപോലെ ഷവർമ, അതുപോലെ ബ്രോസ്റ്റ് ചെമ്മീനും മീനും പൈസ നോർമലും ഒക്കെ ആ പരിപാടി അറിയാം. അതുപോലെ ഷുവായ അവർ. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ ഈ ഒരു വ്യക്തി ഏകദേശം എല്ലാ വർക്കും അറിയും. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇയാളിപ്പോൾ ഓൾറെഡി നാട്ടിലുള്ളത്. അപ്പോൾ എക്സ്പെൻസ് ഇല്ലാതെ കൊണ്ടുവരാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരെ കോൺടാക്ട് നമ്പർ തരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അവരുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾ കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ എൻ്റെ കോൺടാക്ട് നമ്പർ 9895331557 9895331557. ഈ നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കണം. ഞാൻ ഈ പറഞ്ഞ വേക്കൻസിക്കൊക്കെ. അതുപോലെ ഇപ്പോൾ ഇയാളിരുന്നിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഈ വേക്കൻസിയും കാര്യങ്ങളൊക്കെ ചെയ്യണത്. ഞാൻ എൻ്റെ മൊബൈലിൽ വന്ന വോയിസുകളൊക്കെ ചെക്ക് ചെയ്തിട്ടല്ലേ ഇപ്പോൾ ഈ വേക്കൻറ്റ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ ചോദിച്ചു നോക്കിയോളൂ. തീർച്ചയായിട്ടും അതന്നെ അവരെ മറ്റുള്ളവർ ബന്ധപ്പെട്ടവരാണ്. മറ്റുള്ള ആളുകളെ നമ്മളെ ബന്ധപ്പെടുന്നു ഈ വേക്കൻറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞ്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നുണ്ട്. എനിക്കൊരു എക്സ്പെൻസോ കാര്യങ്ങളോ നിങ്ങളൊരു ചിലവോ എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അതുപോലെ സൗദി അറേബ്യയിൽ ഡ്രൈവർ വേക്കൻസികളുണ്ട്, താൽക്കാലിക ഡ്രൈവറായിട്ടും തനാസിൽ വേക്കൻസികളും. അപ്പോൾ അവർ പ്രത്യേകിച്ച് എനിക്ക് മെസ്സേജ് അയക്കുക. എൻ്റെ സൗദിയിലെ കോൺടാക്ട് നമ്പർ ഞാൻ തരുന്നുണ്ട്. അതിൽ വാട്സപ്പിൽ മാത്രം മെസ്സേജ് അയക്കുക കേട്ടോ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഒരു ജോബ് വേക്കൻസി ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതുപോലെ തന്നെ ഇപ്പോൾ കുറച്ച് ബിസിയാണ്, നമുക്ക് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയി. എനിക്കിനി ജോബ് കിട്ടണില്ലല്ലോ ഷഫീഖ് ഭായി ഒന്ന് ഡ്യൂട്ടിയിൽ നിന്ന് ക്ലിയർ ആയി, അങ്ങനെ നിങ്ങൾ ആരും തേടരുത്. നമുക്ക് ജോബ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ജോബ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.